നവരത്ന മോതിരം ഐശ്വര്യം കുമിഞ്ഞുകൂടാൻ സ്വർണ്ണപ്പണിക്കാരുടെ അടുത്ത് പറഞ്ഞ് പ്രത്യേകം ചെയ്യിപ്പിച്ച് വിരലിട്ട മോതിരത്തിന് പഴയതുപോലെ പവറില്ല. പണം നഷ്ടമാകുന്നു, ബിസിനസ് പൊളിയുന്നു, കുടുംബത്തിൽ കലഹമുണ്ടാകുന്നു. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് കണ്ട് കോട്ടയത്തെ ദുബായിക്കാരനും കുടുംബവുമാകട്ടെ ഈ ദോഷമൊക്കെ ഒന്ന് മാറാൻ തിരുമൂഴിക്കുളം ദേവസ്വം മേൽശാന്തി വിനീഷിനെ ചെന്ന് കണ്ട് തന്റെ 1.5 ലക്ഷം രൂപ വില വരുന്ന നവരത്ന മോതിരം ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 21 ദിവസത്തെ പൂജ ചെയ്താൽ നവരത്ന മോതിരത്തിന് ഐശ്വര്യം കൂടുതൽ വർദ്ധിക്കുമെന്നറിയിച്ച് മേൽശാന്തി വിനീഷ് ആകട്ടെ തന്റെ 21 ദിവസത്തെ കൊടിയ പൂജയ്ക്ക് പിന്നാലെ ദുബായിക്കാരനും കുടുംബത്തിനും ചുവന്ന പട്ടിൽ പൊതിഞ്ഞു നൽകിയത് തെച്ചിപ്പൂവും ചന്ദനവും മാത്രം. ഇതോടെ ദുബായിക്കാരനും കുടുംബവും ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയതോടെ പുറത്തുവന്നതാകട്ടെ 21 ദിവസത്തെ കൊടിയ പൂജയുടെ പേരിൽ മേൽശാന്തി സ്ഥലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ നവരത്ന മോതിരം പണയം വെച്ചെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയും. ഒന്ന് നോക്കിയാൽ ശരിയാണ്, നവരത്ന മോതിരം ഐശ്വര്യവും പണവുമൊക്കെ കൊണ്ടുവരും. പക്ഷേ ആ മോതിരം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ മോതിരം ആരുടെ കയ്യിലാണോ ഉള്ളത് അവൻ അഴിയെണ്ണുമെന്നുള്ളത് ഉറപ്പാണ്. തുടർന്ന് പൂജിക്കാൻ ഏൽപ്പിച്ച നവരത്ന മോതിരം പണയം വെച്ച് കാശ് വാങ്ങിയ മേൽശാന്തിയാകട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നവരത്ന മോതിരമാണ് തിരുമൂഴിക്കുളം ദേവസ്വം മേൽശാന്തി KP വിനീഷ് തട്ടിയെടുത്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വിനീഷിനെ സസ്പെൻഡ് ചെയ്ത വിവരങ്ങൾ പുറത്തുവരുന്നത്. മോതിരം നഷ്ടപ്പെട്ടവർ പരാതിയുമായി ദേവസ്വത്തെ സമീപിച്ചതോടെയാണ് ആഴ്ചകൾക്ക് പിന്നാലെ ഇവർക്ക് മോതിരം തിരികെ ലഭിച്ചത്. തുടർന്നാണ് ദേവസ്വത്തിന്റെ വിജിലൻസിന്റെയും അന്വേഷണത്തിലും നടപടിയുണ്ടായിരിക്കുന്നത്. വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന്റെ പരിധിയിലുള്ളതാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ദുബായിക്കാരനായ യുവാവാണ് ഈ തട്ടിപ്പിനിരയായത്. 21 ദിവസത്തെ പൂജ ചെയ്താൽ നവരത്ന മോതിരം കൂടുതൽ ഉത്തമമാകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു മേൽശാന്തിയുടെ തട്ടിപ്പ്. മേൽശാന്തിയുടെ വാക്ക് വിശ്വസിച്ച് ദുബായിൽ ജോലി നോക്കിയ പറവൂർ സ്വദേശിയും കുടുംബവുമാണ് മോതിരം മേൽശാന്തിയെ ഏൽപ്പിച്ചതും. 21 ദിവസങ്ങൾക്ക് ശേഷം ഇവർ മോതിരം തിരികെ വാങ്ങാനെത്തി. എന്നാൽ പട്ടിൽ പൊതിഞ്ഞു കിട്ടിയതാകട്ടെ പൂജകളുടെ പൂവും ചന്ദ്രവും മാത്രമായിരുന്നു. മോതിരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മോതിരം കൈമോശം വന്നെന്ന് പറഞ്ഞ് മേൽശാന്തി കൈയൊഴിയുകയാണ് ചെയ്തത്. ഇതോടെയാണ് പ്രവാസിയും കുടുംബവും ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയത്. ദേവസ്വം ഇടപെട്ടതോടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ മോതിരം പണയം വെച്ചെന്ന് മേൽശാന്തി സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ ദിവസങ്ങൾക്ക് പിന്നാലെ മേൽശാന്തി ഈ മോതിരം തിരികെ നൽകി. എന്നാൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഈ മേൽശാന്തിയെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം മോതിരം രസീത് എഴുതി ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചതല്ലെന്നും മേൽശാന്തിയുമായി വഴിപാടുകളൊക്കെ നേരിട്ടിടപാട് നടത്തുകയായിരുന്നു എന്നാണ് തിരുമൂഴിക്കുളം ദേവസ്വം അധികൃതർ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് SI V ബിജു ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടെ ക്ഷേത്രത്തിലെ വിഗ്രഹം ഉൾപ്പെടെയുള്ള വസ്തുവകൾ ഒറിജിനൽ ആണോ എന്നതാണ് ഇനി പരിശോധിക്കേണ്ടതെന്നാണ് ഭക്തരും പറയുന്നത്. നിലവിൽ ഈ മേൽശാന്തിയുള്ള ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളിൽ പോലും തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഭക്തരടക്കം പറയുന്നത്. അതേസമയം നവഗ്രഹങ്ങളെ ഒന്നിച്ച് പ്രീതിപ്പെടുത്താനും അതുവഴി ഐശ്വര്യം നേടാനുമാണ് സാധാരണയായി നവരത്ന മോതിരമൊക്കെ ധരിക്കുന്നത്. എന്നാൽ നവരത്ന മോതിരം ഉപയോഗിച്ചിട്ടും ഫലം കാണാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. അതായത് അടിവശം തുറന്ന വിധത്തിലായിരിക്കണം നവരത്ന മോതിരം എപ്പോഴും തയ്യാറാക്കേണ്ടത്. അടിവശം അടഞ്ഞിരുന്നാൽ ഗുണം കുറയുമെന്ന് തന്നെയാണ് അനുഭവങ്ങളടക്കം സാക്ഷ്യപ്പെടുത്തുന്നത്. രത്നങ്ങൾ ശരിയായ വിധത്തിലല്ല മോതിരത്തിൽ പതിപ്പിച്ചിരുന്നതെങ്കിലും വൻ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.